ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. പാമ്പാട്ടിയുടെ മകുടിക്കൊപ്പം പാമ്പുകൾ ഡാൻസ് ചെയ്യുന്നത് അതിൽ കാണാം. അപ്പോൾ പാമ്പിന് ഡാൻസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും? ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഏതു പാട്ട് പാടിയാലും പാമ്പിന് ഒരേപോലെയാണ്. പാമ്പാട്ടിയുടെ മകുടിയിൽ നിന്ന് വരുന്ന ശബ്ദത്തിനനുസരിച്ചല്ല പാമ്പുകൾ ആടുന്നത്, മറിച്ച് മകുടിയുടെ താളം കണ്ടിട്ടാണ്. പാമ്പുകൾക്ക് ശബ്ദം കേൾക്കാനുള്ള കഴിവില്ല. അതിനർത്ഥം അവർക്ക് ശബ്ദം അറിയില്ലെന്നല്ല കേട്ടോ. അവയ്ക്ക് ബാഹ്യ ചെവികളോ കർണപടലങ്ങളോ ഇല്ല. പക്ഷേ നിലത്തു നിന്ന് താടിയെല്ലിലേക്കും വയറിലെ പേശികളിലേക്കും പകരുന്ന വൈബ്രേഷനുകൾ മനസ്സിലാക്കാൻ അവയ്ക്ക് കഴിയും. ഇന്നർ ഇയറിലൂടെ വായുവിലൂടെയുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയാനും അവയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നു. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളോട് പ്രതികരിക്കാത്തതിനാൽ അവയ്ക്ക് കേൾക്കാൻ കഴിയില്ലെന്നാണ് മുൻകാലങ്ങളിൽ കരുതിയിരുന്നത്. എന്നാൽ പ്രിൻസ്റ്റൺ സർവകലാശാല നടത്തിയ പഠനങ്ങളിൽ അവയ്ക്ക് കേൾവിശക്തിയുണ്ടെന്ന് തെളിഞ്ഞു. പാമ്പിന്റെ ഇന്നർ ഇയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. പാമ്പുകളെ വോൾട്ട് മീറ്ററിൽ ഘടിപ്പിച്ച ശേഷം അവയുടെ തലച്ചോറിലെ ശബ്ദത്തിന്റെ സ്വാധീനം അളക്കുകയാണ് ചെയ്തത്. വലിയ മൃഗങ്ങളുടെ ചലനമുണ്ടാക്കുന്ന ശബ്ദം തിരിച്ചറിയാനാവുന്ന രീതിയിലാണ് അവരുടെ ഇന്നർ ഇയർ ട്യൂൺ ചെയ്തിരിക്കുന്നതെന്നും കണ്ടെത്തി. അതിനാൽ തന്നെ സംഗീതം അവർക്ക് കിട്ടില്ല. മകുടി ഊതുമ്പോൾ മൂർഖന്മാർ ആടുന്നത് സംഗീതം കൊണ്ടല്ല, മറിച്ച് മകുടിയുടെ ആട്ടം കണ്ടാണ്. മകുടിയിൽ കൊത്തിയാൽ സ്വയം പരിക്കേൽക്കും. അതുകൊണ്ട് ഒരിക്കൽ മാത്രമേ അവർ മകുടിയിൽ കൊത്തൂ. പാമ്പാട്ടിയുടെ കൈവശമുള്ള പാമ്പുകളുടെ പല്ലുകൾ നീക്കം ചെയ്തിട്ടുമുണ്ടാവും. കൂടാതെ അവയ്ക്ക് സ്വന്തം ശരീരത്തിന്റെ നീളം വരുന്ന ദൂരത്തേക്ക് മാത്രമേ കൊത്താനാവൂ. ആ ദൂരം പാമ്പാട്ടി നിലനിർത്തിയിട്ടുമുണ്ടാവും. മൂർഖന്റെ സ്വാഭാവിക മനോഭാവം ആക്രമണമല്ല, മറിച്ച് പ്രതിരോധമാണ് എന്നതും ശ്രദ്ധേയമാണ്.